കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. റബ്ബർ ആവർത്തന കൃഷിക്കായി കേന്ദ്രം വീണ്ടും സബ്സിഡി പുനരാരംഭിച്ചു. 2017 നിർത്തിയിരുന്ന സബ്സിഡിയാണ് കർഷകർക്ക് ലഭ്യമാകുന്നത്. പ്രായമായ റബ്ബർ വനങ്ങൾ മുറിച്ച് കൂടത്തൈ നടാൻ സഹായിക്കുന്നതിന് ഹെക്ടറിന് 40,000 രൂപയും ഈ വർഷം നൽകും. കേന്ദ്ര സർക്കാരിന്റെ സർവീസ് പ്ലസ് പോർട്ടലിൽ ഒക്ടോബർ 31 വരെ കർഷകർ സ്വയം അപേക്ഷിക്കണമെന്ന് റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു. അപേക്ഷ നൽകുമ്പോൾ ആവശ്യമായ രേഖകൾ ബോർഡ് ഫീൽഡ് ഓഫീസർമാരെ കാണിച്ച് ശരിയാണെന്ന് ഉറപ്പുവരുത്തി അപ്ലോഡ് ചെയ്യണം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഹെക്ടറിന് 1.5 ലക്ഷം രൂപ സബ്സിഡിയാണുള്ളതെങ്കിലും കേരളത്തിൽ 40,000 രൂപ മാത്രമാണുള്ളത്. ഗോത്രവർഗ മേഖലകളിൽ പുതിയതായി റബ്ബർ തൈ നട്ടുകൊടുക്കുകയും പരിപാലനത്തിനും ടാപ്പിങ്ങിനും പരിശീലനം നൽകുകയും ചെയ്യുന്ന പ്രത്യേക പദ്ധതി നടപ്പിലാക്കും. എന്നാൽ പരമ്പരാഗത റബ്ബർ കൃഷി മേഖലകളായ കേരളം, തമിഴ്നാട്, കർണാടക, ഗോവയ്ക്ക് ഇത് ലഭിക്കില്ല. റബ്ബർ വില കിലോഗ്രാമിന് 180 രൂപയ്ക്ക് താഴ്ന്നാൽ കർഷകരെ സഹായിക്കാൻ സംസ്ഥാന സർക്കാർ റബ്ബർ വില സ്ഥിരതാ ഫണ്ട് ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ റബ്ബർ വില ഉയർന്നതിനാൽ പദ്ധതി പാടവത്തിലല്ല. 180 രൂപയെന്ന പരിധി 250 രൂപയാക്കി ഉയർത്തണമെന്ന കർഷകരുടെ ആവശ്യം ശക്തമാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഉൽപാദന ചെലവ് ക്രമാതീതമായി ഉയർന്നതോടെ ക്ഷീരമേഖല പ്രതിസന്ധിയിലേക്ക്. ചെലവ് വർദ്ധിച്ചതോടെ പാൽ ഉൽപാദനത്തിൽ വൻ കുറവാണ് ഉണ്ടായിരിക്കുന്നത്. 2000 മുതൽ 3000 ലിറ്ററിന്റെ കുറവാണ് ദിവസേന ഉണ്ടാകുന്നത്. കാലിത്തീറ്റയുടെ വില വർധനയും പരിപാലന ചെലവും പശുക്കൾക്കുണ്ടാകുന്ന രോഗവും കർഷകർക്ക് തിരിച്ചടിയാണ്. ഓരോ ദിവസം കഴിയുന്തോറും 1-2 പശുക്കളെ വളർത്തി ഉപജീവനം കഴിയുന്ന ചെറുകിട കർഷകർ ഈ മേഖലയിൽ നിന്നും പിൻവാങ്ങുകയാണ്. മറ്റുകൃഷികൾക്കൊപ്പം പശു വളർത്തി നടത്തുന്നവർ മാത്രമാണ് പിടിച്ചു നിൽക്കുന്നത്. നാളുകളായി പാലിൽ ലഭിക്കുന്ന വിലയേക്കാൾ വളരെ കൂടുതലാണ് ഉൽപാദന ചെലവ്. 1 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിക്കാൻ 54 രൂപ മുതൽ 55 രൂപ വരെ ചെലവ് വരും. പടിഞ്ഞാറൻ മേഖലകളിൽ ഒഴികെയുള്ള സ്ഥലങ്ങളിൽ നെൽകൃഷി കുറഞ്ഞതോടെ കച്ചിക്ക് വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. കച്ചിയുടെ വിലയും വർദ്ധിപ്പിച്ചു. മുൻപ് സൗജന്യമായിട്ടാണ് തോട്ടങ്ങളിൽ നിന്ന് കൈത ലഭിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഏക്കറിന് 2000 രൂപയെങ്കിലും നൽകേണ്ട സ്ഥിതിയാണ്. ഇതിനെല്ലാം പുറമെ കാലിത്തീറ്റ വിലയും കിലോഗ്രാമിന് 10 രൂപയുടെ വർധനവുണ്ടായി. മുൻപ് 20 രൂപ മുതൽ 25 രൂപയ്ക്ക് വരെ ലഭിച്ചിരുന്ന കാലിത്തീറ്റ കിലോയ്ക്ക് 30 രൂപയ്ക്ക് മുകളിൽ നൽകണം. മൃഗസംരക്ഷണ വകുപ്പ് ഏറെ സജ്ജീകരണങ്ങളുണ്ടെന്ന് അവകാശപ്പെടുമ്പോഴും രോഗങ്ങൾ പെട്ടെന്ന് കണ്ടെത്തി ചികിത്സിക്കുന്നതിന് നിലവിൽ വേണ്ട സൗകര്യങ്ങളില്ലെന്നും കർഷകർ പറയുന്നു. ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നത് പിടിച്ചു നിർത്താൻ സർക്കാർ തലത്തിൽ നടപടിയുണ്ടാകണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വലിയ തലവേദനയാകുമെന്ന് കരുതിയ വെളിച്ചെണ്ണ ഓണക്കാലത്ത് സപ്ലൈകോയെ തുണച്ചു. 22 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെ സപ്ലൈകോ വിറ്റത്. 74 കോടി രൂപയുടെ വരുമാനം ഇത് സപ്ലൈകോയ്ക്ക് നേടിക്കൊടുത്തു. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള കാലയളവിൽ മാത്രം 22 ലക്ഷം ലിറ്റർ വെളിച്ചെണ്ണയാണ് സപ്ലൈകോ വിറ്റത്. 74 കോടി രൂപയുടെ വരുമാനം വെളിച്ചെണ്ണ വഴി മാത്രം. വില 500 രൂപ കടന്നേക്കുമെന്ന ഭീതിയിൽ സർക്കാർ നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു. കൊപ്ര വില കിലോയ്ക്ക് 280-290 രൂപ വരെ എത്തി. ചൈനയുടെ കൊപ്ര വാങ്ങലാണ് ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിപ്പിച്ചതെന്ന് വിലയിരുത്തൽ. എന്നാൽ ഓഗസ്റ്റ് പാതിയോടെ കൊപ്രവില ഇടിഞ്ഞു തുടങ്ങിയതോടെ വെളിച്ചെണ്ണ വിലയിലും അത് പ്രതിഫലിച്ചു. കേര ഫെഡിന്റെ വെളിച്ചെണ്ണ വില 479 താഴ്ത്തി. മൊത്തവിലയ്ക്ക് ഇവർ സപ്ലൈകോയ്ക്ക് വെളിച്ചെണ്ണ കൊടുത്തു. ശബരി ബ്രാൻഡിന് കൊപ്ര നൽകുന്നവരും വില കുറച്ചതോടെ ശബരി വെളിച്ചെണ്ണ വില സപ്ലൈകോ 2 തവണയാണ് താഴ്ത്തിയത്. വെളിച്ചെണ്ണ തേടി ജനം സപ്ലൈകോയിലേക്ക് വന്നതോടെ മൊത്തം വിൽപ്പന കുതിച്ചു. ഒപ്പം കിലോഗ്രാമിന് 25 രൂപ നിരക്കിൽ 20 കിലോഗ്രാം അരി കൂടി കൊടുക്കാൻ തീരുമാനിച്ചതോടെ വിപണി നിയന്ത്രണ വിധേയമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.